വേദ ജന്മകൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ അശ്വിൻ്റെ ജീവിതത്തിൽ വലിയൊരു അപ്രതീക്ഷിത സംഭവങ്ങൾ ഇനി നടക്കാൻ പോവുകയാണ്. എന്തായാലും ലാവണ്യെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രുതിയോട് വരാനായിട്ട് അഞ്ജലി ആവശ്യപ്പെട്ടു എങ്കിലും അത് തനിക്ക് സാധിക്കത്തില്ല എന്നാണ് ശ്രുതി തീർത്ത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ശ്രുതി ഈ ഒരു കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അവിടെ വീട്ടിലോട്ട് വന്നില്ല, ജോലിക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു കോൺട്രാക്ട് പ്രകാരം 1 ലക്ഷം രൂപ തന്നേ പറ്റത്തുള്ളൂ എന്നൊരു ഡിമാൻഡും കൂടി അഞ്ജലി വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും ചെയ്യാൻ പോകുന്നത്? എന്തായാലും ശ്യാം ശ്രുതിയോട് ആ ഒരു പൈസ തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ശ്രുതി ശ്യാമിന്റെ തീരുമാനത്തോട് യോജിച്ച് നിൽക്കുമോ, അതോ അഞ്ജലി പറഞ്ഞതുപോലെ ജോലിക്ക് പോകാനായിട്ട് തയ്യാറാകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് നമ്മുടെ ശ്രുതി നിൽക്കുന്നത്. ശ്യാം ശ്രുതിയോട് പറയുന്നുണ്ട്, നീ ജോലിക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല, ഞാൻ എന്തായാലും നിനക്ക് ആ 1 ലക്ഷം രൂപ ഞാൻ തരാം, ഒരു കുഴപ്പമില്ല, നീ ആ 1 ലക്ഷം രൂപ അവരുടെ കൊണ്ടു കൊടുത്തിട്ട് ആ ഒരു പ്രശ്നം ഒന്ന് ഒതുക്കി തീർക്ക്, എന്തായാലും നീ അവിടെ ജോലിക്ക് പോകുന്നത് എനിക്കും ഇഷ്ടമില്ല എന്നൊക്കെ ശ്യാം പറയുന്നുണ്ടെങ്കിലും ശ്രുതിക്ക് 2 മനസ്സായിട്ട് നിൽക്കുവാണ്. അഞ്ജലി പറഞ്ഞതുമാതിരി പോകണ്ട, പക്ഷേ ആ 1 ലക്ഷം രൂപ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ തനിക്ക് പേരിൽ വലിയ പ്രശ്നങ്ങൾ നടക്കും. പക്ഷെ ശ്യാമിന്റെ പൈസ മേടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കടങ്ങൾ വരുത്തി വെക്കാനും വയ്യ. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ ശ്രുതി പറയുവാണ്, ഞാൻ എന്തായാലും ആലോചിക്കട്ടെ, ആലോചിച്ചതിന് ശേഷം ഒരു ഉചിതമായ ഒരു തീരുമാനം എടുക്കാം എന്ന് ശ്രുതി അവിടെ പറയുന്നുണ്ട്. അങ്ങനെ ഒരു പ്രശ്നങ്ങൾ അവർക്കിടയിൽ സംഭവിക്കുന്നുണ്ട്. എന്തായാലും എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയത്താണ് നമ്മുടെ ശ്രുതി ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ ഇനി എന്ത് ചെയ്യും കൃഷ്ണ, എനിക്ക് നല്ലൊരു തീരുമാനം എടുക്കേണ്ട അവസ്ഥയാണല്ലോ, ഞാൻ ഇനി എന്ത് ചെയ്യട്ടെ എന്നൊക്കെ ആലോചിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഈ സമയം നമ്മുടെ അഞ്ജലിയും ശ്രുതിയെ കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് മനോരമ നമ്മുടെ അഞ്ജലി വഴക്ക് പറയുന്നുണ്ട്. കാരണം അഞ്ജലി എന്തിനാ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ആ കാര്യം അവിടെ വിട്, നമുക്ക് എന്തായാലും വേറൊരു വഴി നോക്കാം, ഇനി ശ്രുതിയെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്ന തീരുമാനത്തിൽ മനോരമ എത്തുമ്പോൾ അഞ്ജലി ഒരു കാര്യം പറഞ്ഞു. ഇപ്പോൾ മുത്തശ്ശിക്കും ലാവണ്യക്കും ഇടയിൽ നല്ല ദൂരമുണ്ട്, അവർക്കിടയിൽ ഒരിക്കലും യോജിച്ചു പോകാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ അവരുടെ ആ ഒരു തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു അവസ്ഥയിൽ മുത്തശ്ശിക്കും ലാവണ്യക്കും ഇടയിൽ നല്ലൊരു മീഡിയേറ്റർ ആയിട്ട് ശ്രുതിക്ക് നിൽക്കാനായിട്ട് സാധിക്കും. അങ്ങനെ പറ്റില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് ലാവണ്യ ചെയ്യുന്നത് മുത്തശ്ശിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ മുത്തശ്ശി ഉറപ്പായിട്ട് ലാവണ്യെ വഴക്ക് പറയും. അപ്പോൾ അതിന്റെ ദേഷ്യത്തിൽ വലിയ തർക്കങ്ങളും വഴക്കുകളും അവിടെ ഉണ്ടാകും. അവസാനം അശ്വിൻ ലാവണ്യം വിളിച്ചുകൊണ്ട് വീടിന്റെ പടിയിറങ്ങും. അങ്ങനെ അവൻ പോയി കഴിഞ്ഞാൽ പിന്നെ മുത്തശ്ശിക്ക് ഒരിക്കലും ഇത് സഹിക്കാനായിട്ട് സാധിക്കത്തില്ല. അങ്ങനെ നല്ല കർമ്മങ്ങളൊന്നും അല്ലെങ്കിൽ നല്ല ആഘോഷങ്ങളൊന്നും ആ വീട്ടിൽ ഇനി സംഭവിക്കാൻ പാടില്ല എന്നൊരു തീരുമാനത്തിൽ മുത്തശ്ശി എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് അഞ്ജലി അങ്ങോട്ട് ചോദിച്ചു. അപ്പോഴാണ് മനോരമയ്ക്ക് കത്തിയത്, ആകാശിന്റെ കല്യാണം എങ്ങനെയാണെങ്കിലും നടക്കത്തില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരു കാര്യവും നടക്കത്തില്ല, തന്റെ സ്വപ്നങ്ങളെല്ലാം തകരും, അതുകൊണ്ട് എങ്ങനെയെങ്കിലും നമുക്ക് തിരിച്ചു പോകാം, എന്നിട്ട് ശ്രുതിയുടെ കൈയും കാലും പിടിച്ചെങ്കിലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നവിടെ മനോരമ പറയുന്നുണ്ടെങ്കിലും അഞ്ജലി പറയുവാണ്, ഇനി അങ്ങനെ വേണ്ട, അവളുടെ ഇഷ്ടപ്രകാരം അവൾ പോയാൽ അല്ലെങ്കിൽ അവളുടെ മനസ്സോടുകൂടി അവൾ എന്തായാലും വരത്തില്ല, നമ്മൾ പോയി വിളിച്ചാലും അവളുടെ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കും, അതുകൊണ്ട് അവളുടെ മനസ്സറിഞ്ഞ് വരുന്നെങ്കിൽ വരട്ടെ എന്ന് അഞ്ജലി പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ആലോചനയിലാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് ആലോചിച്ച് ശ്രുതി നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് ലാവണ്യ രാവിലെ തന്നെ മുത്തശ്ശി ഓരോ ചപ്പാത്തിയും കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് ലാവണ്യയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാവണ്യക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അഞ്ജലിയും മനോരമയൊക്കെ ഒപ്പമുണ്ട്. പക്ഷെ ലാവണ്യ അതൊന്ന് കേൾക്കാനായിട്ട് അല്ലെങ്കിൽ അതൊന്ന് നേരെ ചൊവ്വ ചെയ്യാൻ പോലും തയ്യാറാവുന്നില്ല. ഓരോ കാര്യം മാവ് കുഴയ്ക്കാൻ പറഞ്ഞിട്ട് മാവ് കുഴയ്ക്കുമ്പോൾ തന്റെ നെയിൽ പോളിഷ് പോകും എന്നാണ് ലാവണ്യയുടെ സങ്കടം. കാരണം താൻ എപ്പോഴും സുന്ദരിയായിട്ടും അല്ലെങ്കിൽ മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽക്കണം, അല്ലാതെ ജോലിയോ കാര്യങ്ങളൊന്നും തനിക്ക് ചേർന്ന കാര്യങ്ങളല്ല എന്നാണ് ലാവണ്യയുടെ ഒരു സ്വഭാവം. അതുകൊണ്ട് തന്നെ അവർ പറയുന്നതൊന്നും കേൾക്കാനായിട്ട് കൂട്ടാക്കാതെ നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി വരികയും ലാവണ്യ ചെയ്യുന്നത് ശരിയല്ല അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള കാര്യമാണ്, ഇങ്ങനെയൊന്നും ചെയ്തു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല എന്ന് പറഞ്ഞ് ലാവണ്യ എപ്പോഴും മുത്തശ്ശി വഴക്ക് പറയും പോലെ വഴക്ക് പറയുകയും, അങ്ങനെ ലാവണ്യ പറയുവാണ്, എന്നെക്കൊണ്ട് പറ്റുന്നില്ല, എന്തായാലും മനോരമ എൻ്റെ ഇത്തിരി ഇതൊന്ന് കുഴച്ച് വെക്ക്, ബാക്കി ഞാൻ നോക്കാം, എന്തായാലും എൻ്റെ നെയിൽ പോളിഷൊക്കെ പോകും, ഞാനൊന്ന് കൈ കഴുകിയിട്ടൊക്കെ വരട്ടെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പെട്ടെന്ന് സ്കൂട്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാവണ്യ ശ്രമിച്ചത്. അപ്പോൾ മുത്തശ്ശിക്ക് മനസ്സിലായി ഇവളെ കൊണ്ടൊന്നും നടക്കത്തില്ല, ഇനി എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ തന്നെ പറയും, ഞാൻ എന്ത് പറഞ്ഞാലും നിങ്ങൾക്കത് ഇഷ്ടപ്പെടത്തില്ല, പക്ഷെ ശ്രുതിയെ കണ്ട്
പഠിക്ക്. അവൾ എന്ത് ചെയ്താലും അത് കറക്റ്റായിട്ടേ ചെയ്യത്തുള്ളൂ. എല്ലാ കാര്യങ്ങളും കണ്ടും അറിഞ്ഞും കേട്ടും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. അതുകൊണ്ട് ഇനി ശ്രുതിയെ കണ്ട് പഠിക്കാൻ പറ അവളോട് എന്നാൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ശ്രുതിയെ പൊക്കി പറയുകയാണ് അവിടെ ചെയ്യുന്നത്. അങ്ങനെ അവർക്കിടയിലുള്ള സംസാരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു കോളിംഗ് ബെൽ അടിക്കുകയും അഞ്ജലി പോയി കഥ തുറന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയാണ്. അപ്പോൾ ശ്രുതിയെ കണ്ടപ്പോൾ അഞ്ജലിക്ക് ഒരുപാട് സന്തോഷമായി. അങ്ങനെ ശ്രുതി അകത്തോട്ട് വിളിച്ചിരുത്തിയിട്ട് അഞ്ജലി ശ്രുതിയോട് പറയുന്നുണ്ട്, ഞാൻ അന്ന് ആ 1 ലക്ഷം രൂപയുടെ കാര്യം മനഃപൂർവ്വം പറഞ്ഞതല്ല, നീ ഒരുപാട് വാശിയിലായിരുന്നു, അപ്പോൾ നിന്നെ എങ്ങനെയെങ്കിലും കൊണ്ടുവരണം എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ പുറത്താണ് ഞാൻ അങ്ങനെ പറഞ്ഞതല്ല, അത് ഒരിക്കലും ഞാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല എന്ന് പറഞ്ഞ് ശ്രുതിയോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. അങ്ങനെ കുഴപ്പമില്ല, പക്ഷേ എനിക്കൊരു കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞ് കുറച്ച് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ അഞ്ജലിയോട് ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ പറയുന്ന സമയത്ത് മുത്തശ്ശി വരികയും അങ്ങനെ മുത്തശ്ശി മനോരമയൊക്കെ വന്ന് ശ്രുതി എന്താ ഇവിടെ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ശ്രുതി ഇങ്ങനെ ലാവണ്യെ ട്രെയിൻ ചെയ്യാനായിട്ട് വന്നതാണ് എന്നുള്ളൊരു കാര്യം മുത്തശ്ശിയോട് അഞ്ജലി പറഞ്ഞത്. അപ്പൊ ഈ ഒരു കാര്യം കേട്ടപ്പോൾ തന്നെ ലാവണ്യക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ലാവണ്യ പറഞ്ഞത്, എന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ ഇവളെന്തിനാ, ഈ കാർട്ടൂൺ ബേബി എന്തിനാ എന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വന്നത് എന്ന് ചോദിക്കുമ്പോൾ നിന്നിൽ ഇല്ലാതെ, അതായത് ഈ വീട്ടിന്റെ കുറച്ച് ചിട്ടവട്ടങ്ങൾ കാര്യങ്ങളുണ്ട്, അത് നിനക്ക് ഒരിക്കലും അറിയത്തില്ല. അപ്പൊ അത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ അവൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടും അറിഞ്ഞ് നീ പഠിച്ചേ പറ്റത്തുള്ളൂ എന്ന് മുത്തശ്ശി പറയുന്നുണ്ടെങ്കിലും ലാവണ്യ അത് കേൾക്കാൻ വേണ്ടി കൂട്ടാക്കാതെ നിൽക്കുന്ന സമയത്ത് മുത്തശ്ശി പറയുന്നത്, അങ്ങനെ നിനക്ക് കേൾക്കാൻ വേണ്ടി താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നീ ഇവിടെ നിൽക്കുന്നത് ഞങ്ങൾക്കും അത്ര താല്പര്യം ഉള്ള കാര്യമില്ല, നിനക്ക് വേണമെങ്കിൽ പോകാം എന്ന് പറയുമ്പോൾ ആ ദേഷ്യത്തിൽ ലാവണ്യ വീട് വിട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. അവിടെ അഞ്ജലിയും മനോരമയൊക്കെ പറയാന്നത് കേൾക്കാതെ ലാവണ്യ ഒരു കടുത്ത തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ലാവണ്യ ആ വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അശ്വിനും ദേഷ്യം വന്ന് ലാവണ്യയുടെ കൂടെ അശ്വിനും ഇറങ്ങും. അപ്പൊ ആ ഒരു സ്ഥിതി വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ശ്രുതിയെ കൊണ്ടുവന്നെങ്കിലും അവസാനം അതൊരു വലിയൊരു ദുരന്തത്തിലോട്ടാണ് എത്തിച്ചേരുന്നത്. മുത്തശ്ശി ഉറപ്പായിട്ടും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മുത്തശ്ശി ഉറപ്പായിട്ടും വലിയൊരു കടുത്ത തീരുമാനത്തിലോട്ട് തന്നെ എത്തും. അങ്ങനെ മനോരമയുടെ മകന്റെ കാര്യം എല്ലാം വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലെത്തും. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ഇനി ലാവണ്യെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അഞ്ജലിക്ക് മനോരമയ്ക്കൊക്കെ സാധിക്കുമോ? അങ്ങനെ ലാവണ്യെ ട്രെയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രുതി അവിടെ നിൽക്കുമ്പോൾ അശ്വിൻ ഈ ഒരു കാര്യം അറിഞ്ഞാൽ, അല്ലെങ്കിൽ അശ്വിനും ശ്രുതിയും ഇനി നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അവർക്കിടയിൽ സംഭവിക്കാൻ പോകുന്നത്? എന്നാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത്? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന ആളുകൾ കണ്ടറിയതിരിക്കും. ബൈ.